അപ്പോസ്തല പ്രവർത്തികൾ 23-ാം അധ്യായത്തിലെ വിഷയമാണ് ഇന്ന് ചിന്തിക്കുന്നത്. അവിടേക്ക് വരുന്നതിന് മുമ്പായി പഴയ നിയമത്തിലെ യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തേക്ക് വരണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിച്ചാക്കാം. നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും. നീ പീഡനത്തോടെ അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോടെ നീ അകന്നിരിക്കും. അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നു എങ്കിൽ അത് എന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. തീക്കരൽ ഊതി പണി ചെയ്ത ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കാൻ സംഹാരേനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതാനുഭവം ഈ വായിച്ച വാക്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ന്യായാധിപ സംഘം അല്ലെങ്കിൽ അന്നത്തെ സന്നദ്രീം സംഘം അപ്പോസ്തലനെ അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതന്മാരും അന്നുണ്ടായിരുന്ന ആ സന്നദ്രീം സംഘത്തിലെ അംഗവും ചേർന്ന് പൗലോസിനെ വിസ്തരിപ്പാനിരുന്നു. പക്ഷെ അവർക്ക് പൗലോസിൽ യാതൊരു തെറ്റും കണ്ടുപിടിക്കുവാൻ കഴിയാതെ അവരുടെ ന്യായവിസ്താര സഭ തിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. അവസാനം പൗലോസിന്റെ പക്ഷക്കാരും യഹൂദന്മാരുടെ പക്ഷക്കാരുമായി 2 വിഭാഗം തിരിയുവാനിടയായി. കാരണം പൗലോസ് അവിടെ ഞാനൊരു പരീശനാണെന്ന് തീർത്തു പറയുകയും താന് മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് വിശ്വസിക്കുന്നവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടെ പരീശന്മാരിൽ ഏറിയ പങ്കും തന്റെ പക്ഷത്തിലേക്ക് തിരിഞ്ഞു. ഇങ്ങനെ ആ സഭ തിരിച്ചുവിടേണ്ടതായിട്ട് വന്നു. അവിടെ കാര്യങ്ങൾ ക്രമത്തിലാക്കുവാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. നമ്മൾ ഈ വായിച്ച ഭാഗം ശ്രദ്ധിക്കുക. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. അവന് സ്തോത്രം. അടുത്തത് എഴുതിയിരിക്കുന്നത് ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. അവന് സ്തോത്രം. ഇത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. നിനക്കെതിരായി ആയുധങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അവർ ആയുധങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താര സഭയിൽ നിന്ന് പൗലോസിനെ അന്നത്തെ സഹസ്രാധിപൻ വീണ്ടും തന്റെ കോട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ താൻ സഹസ്രാധിപനോട് കോട്ടയിൽ ആയിരിക്കുന്ന അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് വലിയൊരു ദർശനം നൽകി. അഥവാ ദൈവം തനിക്കൊരു ദർശനം നൽകി. ആ ദർശനം ഇപ്രകാരമാണ്. 11-ാമത്തെ വാക്യം 23-ാമത്തെ രാത്രിയിൽ കർത്താവിന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടാവുന്നു എന്ന് അരുളി ചെയ്തു. സ്തോത്രം. ദർശനത്തിൽ കൂടെ ദൈവം പൗലോസിനെ ധൈര്യപ്പെടുത്തുന്നു. നിനക്ക് ഇനിയും ശുശ്രൂഷയുണ്ടെന്ന് അവന് മനസ്സിലാക്കി കൊടുത്തു. നീ യെരുശലേമിൽ എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെക്കുറിച്ച് സാക്ഷീകരിക്കണമെന്ന് ഉറപ്പ് നൽകുന്നു. ഇതിനെയാണല്ലോ നമ്മൾ ദർശനമെന്ന് പറയുന്നെങ്കിലും ഇതൊരു വാഗ്ദത്തമാണ്. പല പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസ്
യേശുവിനെ കണ്ടുമുട്ടി ഒരു ക്രിസ്ത്യാനിയായി രൂപാന്തരപ്പെട്ടത് മുതൽ പൗലോസിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, പീഡനങ്ങൾ, ഉപദ്രവങ്ങൾ, കല്ലേറുകൾ, ജയിൽവാസം എന്നിവ എഴുതി ചേർത്ത അനേക അധ്യായങ്ങളുണ്ട്. എന്നാൽ അവിടെയെല്ലാം തന്നെ താങ്ങി നടത്തിയ ദൈവത്തിന്റെ കരം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്നും ആ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്ന് വായിച്ച വാക്യം മറക്കരുത്. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. രക്ഷിക്കപ്പെട്ട ആ മണിക്കൂറുകളിൽ ദൈവം അത് യൂദയുടെ വീട്ടിൽ വെച്ച് അനന്യാസ് വന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കാര്യം അനന്യാസിനോട് തന്നെ പറഞ്ഞു. അത് പൗലോസിനോടുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. പൗലോസിനോട് ഇപ്രകാരം പറഞ്ഞു. 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. കർത്താവിനോട് നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിച്ചു. ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രമായിരുന്നു പൗലോസ്. ദൈവം തെരഞ്ഞെടുത്തവനെ കയ്യേറ്റം ചെയ്യുവാൻ, ദൈവം തെരഞ്ഞെടുത്തവനെ അത് പീഡിപ്പിക്കുവാൻ ഒക്കെയും ശത്രു ശ്രമിക്കും. എങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവം തെരഞ്ഞെടുത്ത ഒരു മാനപാത്രത്തെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ്. ഇവിടെ സന്നദ്രീം സംഘത്തിൽ നിന്ന് പൗലോസ് കോട്ടയിലേക്ക് പോയി എന്ന് വായിച്ചാൽ അതേ ക്ലൗദിയോസ് ലൂസിയാസിന്റെ കോട്ടയിലേക്ക് പോയി. അദ്ദേഹമാണ് സഹസ്രാധിപൻ. ആ കമാൻഡറുടെ കോട്ടയിലേക്ക് തന്നെ കൊണ്ടുപോയി. അങ്ങനെ കോട്ടയിലായിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് പൗലോസിന് ദൈവം ഒരു ദർശനം കൊടുത്തത്. അഥവാ ദൈവം അവന് കൊടുക്കുന്ന വാഗ്ദത്തമാണ് നമ്മൾ അല്പം നമ്മൾ വായിച്ചു കേട്ടത്. നീ എന്നെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട, നീ എന്നെക്കുറിച്ച് ഇനിയും സുവിശേഷം പറയണം, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സംസാരിച്ചതുപോലെ തന്നെ നീ റോമിലും എന്നെക്കുറിച്ച് സംസാരിക്കേണ്ടവനാണ്. ധൈര്യമായിരിക്കുക. ദൈവം അവിടെ വെച്ച് അവനെ ഉറപ്പിച്ചു, ധൈര്യപ്പെടുത്തി. അവന് സ്തോത്രം. 3 പ്രത്യേക പദപ്രയോഗങ്ങൾ ഞാൻ പ്രാരംഭമായി നിങ്ങളെ ഓർപ്പിക്കട്ടെ. 1, വാഗ്ദത്തം, പ്രോമിസ്, ദൈവം തരുന്ന പ്രോമിസ്. 2, നമുക്ക് പ്രോമിസ് ദൈവം നൽകുന്നെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന പ്രശ്നങ്ങളുണ്ടായിരിക്കും. എപ്പോഴും പ്രോമിസ് ഉണ്ടെങ്കിൽ അതിന് പിന്നാലെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. പ്രോമിസ് തന്നെങ്കിൽ എപ്പോഴും ഓർത്തോണം, അതിന് പിന്നിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് അത് നീക്കുപോക്ക് തരുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവന് സ്തോത്രം. അതിനാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. ദൈവം അവിടെ വഴികളെ തുറന്നു തരുന്ന ദൈവമാണ്. അപ്പോൾ പ്രോമിസ് ഉണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവം അതിനുവേണ്ടി വഴികളെ തുറന്നു തരുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വസ്തുത ദൈവം പൗലോസിന്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ തന്റെ ജീവിതത്തിൽ ഇത് തുടരുമാനമായി വരികയാണ്. അപ്പോഴെല്ലാം നമ്മൾ വായിച്ച വാക്യം ഓർക്കണം. നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, അപകടങ്ങളുണ്ട്. ഇതെല്ലാം വരത്തില്ല എന്ന് ഒരിക്കലും ദൈവവചനം പറയുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അതിനോടുകൂടെ അത് ഒരു നീക്കുപോക്ക് തരുന്ന ഒരു ദൈവം, ഉദ്ധാരണം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ഉച്ചകഴിഞ്ഞ സമയത്തിരുന്ന് ദൈവവചനം ചിന്തിക്കുമ്പോൾ എല്ലാം ഓർക്കണം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആഞ്ഞടിച്ച അനേക കൊടുങ്കാറ്റുകളുണ്ട്. അവിടെയെല്ലാം നീക്കുപോക്കുകൾ തന്ന ദൈവത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പൗലോസ് കോട്ടയിൽ ആയിരിക്കുന്ന സമയത്ത്
23 അധ്യായത്തിന്റെ 12 വാക്യം മുതൽ 35 വാക്യം വരെയുള്ള വിഷയം ഇന്ന് രാവിലെ ചിന്തിക്കുവാൻ പോകുകയാണ്. 23 അധ്യായം 12 മുതൽ വായിക്കേണ്ട, എല്ലാം വായിക്കാൻ നേരമില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് സിസ്റ്ററെ നമുക്കത് കേട്ടോണ്ട് അതിന്റെ സമ്മറി ഞാൻ പറയാം. താങ്ക് യു സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. 23 അധ്യായം 12 വാക്യം മുതൽ അതിന് 35 വാക്യം വരെ. പൗലോസ് കോട്ടയിൽ ആയിരിക്കുന്ന സമയത്ത് അവിടെ 40-ൽ പരം ആളുകൾ, ഏകദേശം 40-ൽ അധികം ആളുകൾ ശപഥമെടുത്തു. അവർ യഹൂദന്മാരാണ്. അവരുടെ ശപഥം ഇതാണ്: ഈ പൗലോസിനെ കൊല്ലുന്നത് വരെ ഞങ്ങൾ ഇനിയും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുകയില്ല എന്നൊരു ശപഥമെടുത്തു. നിരാഹാരവ്രതം. ഇവനെ കൊന്നിട്ടല്ലാതെ ഇനിയും ഞങ്ങൾ വെള്ളം കുടിക്കുകയില്ല. ശപഥം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ശപഥം ലംഘിച്ചാൽ ഞങ്ങൾ ശാപയോഗ്യരായി തീരും എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ശപഥമെടുത്തു, പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഇനി ഞങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുകയില്ല. 40-ൽ പരം പേർ ഒന്നിച്ച് ഒരു നിരാഹാരവ്രതം. ഈ കാര്യം ദൈവം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവർ പുറത്തുവിടാത്തൊരു രഹസ്യമാണ്. കാരണം പുറത്ത് വിട്ടാൽ അത് ന്യായാധിപന്റെ ചെവിയിലെത്തും, പുറത്തു വിട്ടാൽ അത് മറ്റുള്ളവർ പറഞ്ഞു വിലത്തും. അതുകൊണ്ട് ദൈവം മാത്രം അറിഞ്ഞ ഒരു കാര്യമാണ്. ഏത് ഗൂഢാലോചനയും അറിയുന്ന ഒരു ദൈവമുണ്ട്. അതിന് സ്തോത്രം. ഈ 40 പേരുടെ ശപഥം, 40-ൽ പരം പേരുടെ ശപഥം എങ്ങനെയോ പൗലോസിന്റെ സഹോദരിയുടെ പുത്രൻ മനസ്സിലാക്കി. ഈ വിഷയം സഹോദരിയുടെ പുത്രൻ ചെന്ന് പൗലോസിനോട് പറഞ്ഞു. പൗലോസ് അവനോട് പറഞ്ഞു, നീ വേഗം സഹസ്രാധിപന്റെ അടുക്കൽ ചെല്ല്. ഈ വിവരം നീ എന്ന് സഹസ്രാധിപനോട് പറയാൻ പറഞ്ഞു. അവനെ സഹസ്രാധിപന്റെ അടുക്കലേക്ക് വിട്ടു. സഹസ്രാധിപന്റെ ചെവിയിൽ ആ രഹസ്യം എത്തി. നോക്കണം, ദൈവത്തിന്റെ വഴികൾ എത്ര അഗോചരങ്ങളാണ്. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നു, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. 40-ൽ പരം പേർ ആഹാരം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ശപഥമെടുത്തിരിക്കുകയാണ്. ഈ മിഷണറി വീരനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കയില്ല എന്ന് ശപഥം ചെയ്തിരിക്കുമ്പോൾ ആ വിവരം സഹസ്രാധിപന്റെ ചെവിയിലെത്തി. ആ സഹസ്രാധിപൻ അതിവേഗം അന്ന് രാത്രിയിൽ കൈശരിയിൽ ഇവനെ എത്തിക്കുവാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. കാരണം കൈശരിയിലാണ് ആ സമയത്ത് ഫെലിക്സ് പാർക്കുന്നത്. ദേശാധിപതിയായ ഫെലിക്സ് അല്ലെങ്കിൽ ഗവർണർ പാർക്കുന്നത് കൈശരിയിലാണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 60 മൈലുകൾ യാത്ര ചെയ്തതിലെ കൈശരിയിലെത്തുള്ളൂ. താന് 470 പടയാളികളെ ക്രമീകരിച്ചു. കുതിരച്ചാവകരെ, കുന്തം ഉപയോഗിക്കുന്നവരെ, കാൽനടയായി നടന്നു പോകുന്നവരെ 470 പേരെ ക്രമീകരിച്ചു. റോമൻ പടയാളികൾ. എന്തിനു വേണ്ടി? ഒരു ദൈവദാസനെ യെരുശലേമിൽ നിന്ന് കൈസരിയിലെത്തിക്കുവാൻ 470 പടയാളികളെ നിയമിച്ചു. 70 കുതിരപ്പടയാളികൾ, 200 കാലാളുകൾ, 200 പടയാളികൾ, ടോട്ടൽ 470 പേരെ ക്രമീകരിച്ചു. ഇത് കേൾക്കുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എന്തിനാ യെശയ്യാപ്രവചനത്തിലെ വാക്യം വായിച്ചത്? കൊല്ലന്മാർ നിനക്കെതിരായി ആയുധം ഉണ്ടാക്കും, മറ്റുള്ളവർ നിനക്കെതിരായി കാര്യങ്ങൾ ക്രമീകരിക്കും. പക്ഷേ നീ ഒരു ദൈവദാസനാണ്. നിന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ദൈവമാ പറഞ്ഞത്. ആ കാര്യം ദൈവം നോക്കിക്കൊള്ളും. അതിന് സ്തോത്രം. സഹോദരന്മാരെ, സഹോദരിമാരെ, പാസ്റ്റേഴ്സെ, ദൈവമക്കളെ, എന്റെ കൂട്ടുപ്രവർത്തകരെ, എപ്പോഴെങ്കിലും ദൈവം നിങ്ങളോട് ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ആ വാക്തത്വം
നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം വാക്ക് പറഞ്ഞ് മാറാത്തവനാണ്. അവൻ ആച്ഛാദന ഗതിഭേദവും ഇല്ലാത്തവനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. കാരണം പൗലോസ് രക്ഷിക്കപ്പെട്ടപ്പോൾ ദമസ്കോസിൽ യൂദയുടെ വീട്ടിൽ വെച്ച് തന്നെ ദൈവം അവനോട് പറഞ്ഞു, നീ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്, നീ ജാതികളോട് സുവിശേഷം അറിയിക്കേണ്ടവനാണ്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണ്, നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും അടിക്കയില്ല, യേശുവിന്റെ രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രിയില് യെരൂശലേമിൽ നിന്ന് ഇവർ യാത്ര ചെയ്ത് ഈ പടയാളികൾ കൈസരിയിലേക്ക് പോകുകയാണ്. ഇവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ദൈവദാസനെ പൗലോസിനെ 23-ാം വാക്യം വായിക്കുമ്പോൾ ഈ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരിലേക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവരുകളെയും 200 കുന്തക്കാരെയും ഒരുക്കുകയും പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെത്തിപ്പാൻ മൃഗവാഹകന്മാരെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. പൗലോസിനെ ക്ഷേമത്തോട് ഫെലിക്സിന്റെ അടുക്കൽ എത്തിക്കുവാൻ അവനെ പ്രത്യേകം കുതിരകളെ ഇടപാട് ചെയ്തു. എന്ന് പറഞ്ഞാൽ പൗലോസിന് സഞ്ചരിക്കുവാൻ ഒരു കുതിരയെ പ്രത്യേകം. ഒരു പെന്തക്കോസ്ത് പ്രസംഗകനാണ്, ഒരു മിഷണറിയാണ്. ഇവനെ കൊന്നുകളഞ്ഞല്ലാതെ ഞങ്ങൾ ആഹാരം കഴിക്കുകയില്ലെന്ന് പറയുന്ന 40 പേര് യെരൂശലേമിലുണ്ട്. എന്നാൽ സഹസ്രാധിപൻ പൗലോസിന് വേണ്ടി ഒരുക്കിയ 470 പടയാളികൾ ചുറ്റും മുൻപിലും പുറകിലും നിൽക്കുമ്പോൾ യെരൂശലേമിൽ നിന്ന് പൗലോസിനെ അവനെ കൊന്നുകളയുമെന്ന് പറയുന്ന 40 ആളുകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ സഹസ്രാധിപനായ ക്ലൗദിയോസ് ലൂസിയാസ് 470 പടയാളികളെ നിയമിച്ചു. ഒരു ദൈവദാസനെ രക്ഷിക്കാൻ 470 പടയാളികളുടെ അകമ്പടിയിൽ പൗലോസിനെ യെരൂശലേമിൽ നിന്ന് കൈസരിയിലേക്ക് അയച്ചു. ഒരു പ്രത്യേക വാഹനം പൗലോസിന് അവർ ക്രമപ്പെടുത്തി. അവന്റെ യാത്രയിൽ ക്ഷേമത്തോടെ അവനെ എത്തിക്കണം എന്ന് സഹസ്രാധിപൻ ഓർഡർ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നവരാണ്. ആമേൻ. ദൈവം തിരഞ്ഞെടുത്ത ഒരു മാനപാത്രമാണെങ്കിൽ ദൈവം അവനെ സൂക്ഷിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. ആമേൻ. അവൻ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവമാണ്. പൗലോസിന് വേണ്ടി അവന്റെ ശത്രുക്കളുടെ മുമ്പിൽ രാജോചിതമായ നിലയിൽ ദൈവം അവനെ യെരൂശലേമിൽ നിന്ന് നേരെ കൈസരിയിലേക്ക് വിടുകയാണ്. കൈസരിയിലേക്ക് പോകുന്ന വഴിമധ്യേ അവർ യാത്ര ചെയ്ത് പോകുമ്പോൾ ഏകദേശം അവർ 30 മൈൽ പ്രയാണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത വങ്ങൾ വായിക്കുന്നത് അവർ 30 മൈൽ യാത്ര ചെയ്ത് മുൻപോട്ട് പോയി ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയ ശേഷം 400 പടയാളികൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. കാരണം ഭാഗത്തേക്ക് പോകട്ടെ.
ഓക്കെ. സ്ഥലത്തിന്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്തിപത്രോസ്. ഏകദേശം യെരുശലേമിൽ നിന്ന് 37 മൈൽ ദൂരം നോർത്തിലോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലമാണ് അന്തിപത്രോസ് എന്ന് പറയുന്ന സ്ഥലം. ഇന്ന് ആ സ്ഥലത്തിന്റെ പേര് റാസ് അൽ അയീൻ എന്നാണ്. റാസ് അൽ അയീൻ. അതൊരു പറയുവാൻ നമുക്ക് അല്പം പ്രയാസം തോന്നും, കാരണം മലയാളികളായ നമുക്ക് ഉച്ചരിക്കാൻ പ്രയാസമുള്ള ഒരു പേര് പോലെ അതിരിക്കുന്നത്. റാസ് അൽ അയീൻ എന്ന ആ സ്ഥലത്തിന്റെ പേരതാണ്. അറബി പേരാണ്. അൽ റാസ് അൽ അയീൻ. ഒരു 37 മൈൽ യാത്ര ചെയ്തതിനു ശേഷം 400 പേര് അവിടുന്ന് തിരിച്ചു പോകും. അതിന് കാരണം അതുവരെ യഹൂദന്മാരുടെ ടെറിട്ടറിയാണ്. യഹൂദന്മാർ താമസിക്കുന്ന ഇടം അവിടം വരെയാണ്. തുടർന്ന് കൈസരിയിലേക്ക് പോകുന്ന വഴി ഒരു വിജന സ്ഥലമാണ്. അവിടെ യഹൂദന്മാർ അന്ന് കുടിയേറി പാർക്കുന്നില്ല. അതുകൊണ്ട് ബാക്കി 400 പേരും തിരിച്ചു പോന്ന് 70 പേരടങ്ങുന്ന ഒരു സംഘം ഒരു നല്ല കുതിരപ്പുറത്ത് പൗലോസിനെ വളരെ ക്ഷേമമായ നിലയിൽ, ഒരു രാജോചിതമായ നിലയിൽ യാത്ര ചെയ്ത് ഒരു കൈസരിയിൽ എത്തി. കൈസരിയിൽ അന്ന് ഭരണത്തിലിരിക്കുന്ന യഹൂദ സംസ്ഥാനത്തിന്റെ ഗവർണർ അത് ഫെലിക്സ്. അവർ ഫെലിക്സിന്റെ അടുക്കൽ എത്തി. ഫെലിക്സിന്റെ അടുക്കൽ ഒരു റോമൻ സഹസ്രാധിപൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കുറ്റവാളിയെ അയക്കുമ്പോൾ ഈ കുറ്റവാളിയിൽ എന്ത് ന്യായമായ കുറ്റമാണ് ചുമത്തപ്പെട്ടിരിക്കുന്നെന്ന് അത് റെക്കോർഡ് അദ്ദേഹത്തിന് കൊടുത്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് സഹസ്രാധിപനായ ക്ലൗദിയോസ് ലൂസിയാസ് ഒരു മനോഹരമായ എഴുത്തെഴുതി ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം എന്താണെന്ന് വ്യക്തമായി എഴുതി അന്നത്തെ ഗവർണർക്ക് കൊടുത്തയച്ചു. അതിൽ എഴുതിയിരിക്കുന്നതിന്റെ സാരാംശം ഇപ്രകാരമാണ്. അത് 29-ാമത്തെ വാക്യം. 29-ാം വാക്യത്തിൽ ആ ലെറ്ററിന്റെ സാരാംശം എഴുതിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിലോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ഇല്ല എന്ന് കണ്ടു. അനന്തരം നോക്കുക, അദ്ദേഹം എഴുതി കൊടുത്തത് എങ്ങനെയാണ്? ഈ മനുഷ്യന്റെ പേര് ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഞാൻ വിസ്തരിച്ചതാണ്. ഇവിടെ ന്യായാധിപ സംഘം വിസ്തരിച്ചതാണ്. എനിക്ക് അല്ലയോ രാജശ്രീ ഫെലിക്സെ അല്ലെങ്കിൽ ഗവർണറെ, എനിക്ക് അങ്ങയോട് ബോധിപ്പിക്കുവാനുള്ള അപേക്ഷ ഇപ്രകാരമാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ പേരിൽ അത് ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളല്ലാതെ രാഷ്ട്രീയമായ യാതൊരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഇനിയും മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തെ പിന്നെ എന്തിനാ അങ്ങോട്ട് അയച്ചു? ഇദ്ദേഹം മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായത് ഒന്നും ചെയ്തിട്ടില്ല. ന്യായപ്രമാണത്തിന് കുറിച്ച് ഇവര് ചുമത്തുന്ന കുറ്റമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. കാരണം ന്യായപ്രമാണത്തിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് ഈ ജാതിയിൽപ്പെട്ട റോമൻ പടയാളികൾക്കോ റോമൻ സ്വജാധിപന്മാർക്കോ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അങ്ങോട്ട് അയച്ചത്. ഇനി ചെന്നിരിക്കുന്നത് അന്നത്തെ ഗവർണറുടെ അടുക്കലാണ്. ഗവർണറും ഒരു റോമൻ ആളാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഈ കഴിഞ്ഞ കാല ചരിത്രം പൗലോസിന്റെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ പൗലോസിനെ അറസ്റ്റ് ചെയ്തെടുത്തെല്ലാം വെച്ച് യാതൊരു കുറ്റവും ഇവനിൽ കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. ഫിലിപ്പിയിലെ അധികാരികൾ പറഞ്ഞത് ഇവനോട് ക്ഷമ ചോദിച്ച് അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് പിറ്റേ ദിവസം ക്ഷമ ചോദിച്ച് അവിടുന്ന് പറഞ്ഞയച്ചവര്, ഞങ്ങളോട് ക്ഷമിക്കണം, ഇന്നലെ അറസ്റ്റ് ചെയ്തത്. നോക്കുക, എഫേസോസിൽ
വലിയ വിപ്ലവം ഉണ്ടായി. അവിടുത്തെ സിറ്റി ക്ലർക്ക് വന്ന് ഇടപെട്ട് പരസ്യമായി അദ്ദേഹത്തോട് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ഇപ്പൊ റോമൻ ക്യാപ്റ്റൻ സഹസ്രാധിപൻ പറയാ, കുറ്റകരമായ യാതൊന്നും ഞാൻ കാണുന്നില്ല. ഇനി അവനെ വിസ്തരിച്ചാൽ ഫെസ്തോസ് ഇത് തന്നെയാണ് പറയുന്നത്, അഗ്രിപ്പായും ഇത് തന്നെയാണ് പറയുന്നത്. ലോകം ഒരുവനെ തിരിച്ചും മറിച്ചും ഇട്ട് അവനെ ന്യായം വിധിച്ചാൽ ഇവനിൽ ഒന്നും കാണുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, എനിക്ക് മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ ഒരു മനസാക്ഷിയുണ്ട്. ഞാൻ രാഷ്ട്രത്തിനോ സഭയ്ക്കോ യഹൂദന്മാർക്കോ എതിരായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തെ ഈ ഉപദ്രവം ഏൽപ്പിക്കുന്നത്? എന്തിനാണ് കല്ലേറ് കൊടുക്കുന്നത്? എന്തിനാണ് തടവിലാക്കുന്നത്? കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പത്രോസ് പറഞ്ഞ കാര്യം ഇന്നലെ രാത്രി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ജനത്തിന്റെ മുമ്പിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ അതേ ചാട്ടാവാർ കൊണ്ട് ചോദ്യം ചെയ്ത് തലയിൽ മുൾക്കിരീടവും വെച്ച് അവനെ ജനത്തിന്റെ മുൻപിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം പീലാത്തോസ് പരസ്യമായി വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. അദ്ദേഹം പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കുമില്ല, ഓഹരിയുമില്ല. കുറ്റമില്ലെങ്കിൽ പീലാത്തോസേ, പിന്നെ എന്തിനാണ് താങ്കൾ ഇദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിപ്പിൻ എന്ന് പറഞ്ഞത്? കുറ്റമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ആ ക്രൂരന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്? അപ്പോൾ തെറ്റ് ചെയ്യാത്തവനെ, കുറ്റം ചെയ്യാത്തവനെ, നീതിമാനായവനെ നീതികെട്ടവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ അപ്രമേയമായിരിക്കുന്ന ജ്ഞാനത്തിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യം നമുക്കിന്നും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. കർത്താവിന് സ്തോത്രം. നമ്മൾ ഒരു നാൾ സ്വർഗത്തിലെത്തുമ്പോൾ മാത്രമേ അതിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ. എനിക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എന്റെ പാപം ഏറ്റെടുക്കുവാൻ ഈ ദൈവപുത്രൻ എന്തുകൊണ്ടാണ് അതേ മനസ്സായതെന്ന് ഇന്നും ചിന്തിച്ചാൽ പിടികിട്ടാത്തൊരു കാര്യമാണ്. ആ ദൈവപുത്രനെ പിൻപറ്റുന്ന പൗലോസിന്റെ ജീവിതത്തിൽ ദോഷങ്ങൾ ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവൻ, തെറ്റ് ചെയ്യാത്തവൻ ഇതാ ഇപ്പോൾ ഫെലിക്സിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരു കുറ്റപത്രം അവന്റെ കയ്യിലുണ്ട്. ആ കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: ഇവൻ മരണത്തിനോ ചങ്ങലയ്ക്കോ യാതൊരു നിലയിലും യോഗ്യതയുള്ളവനല്ല. കർത്താവിന് സ്തോത്രം. ഈ പൗലോസ് ഫെലിക്സിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അടുത്ത അധ്യായങ്ങളിൽ നിങ്ങൾക്ക് ഈ പൗലോസിനെ കാണുവാൻ കഴിയുന്നത് രാജാക്കന്മാരുടെ മുൻപിലാണ്. അടുത്ത് വരുന്നത് ഈ വിസ്തരിക്കപ്പെടുന്നത് ഫെലിക്സിന്റെ മുമ്പിൽ, പിന്നീട് വിസ്തരിക്കപ്പെടുന്നത് അത് ഫെസ്തോസിന്റെ മുമ്പിൽ, അടുത്ത് വിസ്തരിക്കപ്പെടുന്നത് അഗ്രിപ്പായുടെ മുമ്പിൽ. നോക്കുക, ഫെലിക്സും ഫെസ്തോസും അഗ്രിപ്പായും മാറി മാറി വിസ്തരിച്ചിട്ട് അവനിൽ കുറ്റം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ ഭക്തന്മാരെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കും, ഓ എനിക്കൊരു കഷ്ടം വന്നല്ലോ, എനിക്കൊരു പ്രയാസം നേരിട്ടല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. അല്പസമയം ശാന്തമായിരിക്കൂ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ചെടുക്കുവാൻ ദൈവം ശക്തനാണ്. കർത്താവിന് സ്തോത്രം. ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് മുൻ കണ്ടിട്ടുണ്ടെങ്കിൽ, മുൻ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് പരിപാടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തകിടം മറിക്കുവാൻ അന്ധകാരത്തിന്റെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടിരിക്കുന്നതായ കഷ്ടങ്ങൾ എന്തായിരിക്കട്ടെ, യോഗം എന്തായിരിക്കട്ടെ, പ്രശ്നങ്ങൾ എന്തായിരിക്കട്ടെ,
നിന്നെ ദൈവം വീണ്ടെടുത്തതാണെങ്കിൽ, നിന്നെ വിശുദ്ധീകരിച്ചതാണെങ്കിൽ, നിന്നെ നീതീകരിച്ചതാണെങ്കിൽ, നിന്നെ ദൈവത്തിന്റെ പുത്രന്റെ രക്തം കൊണ്ട് കഴുകിയതാണെങ്കിൽ, നിന്നെ തൊടുവാൻ ഒരു പിശാചിനും കഴിയുകയില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. ധൈര്യമായിരിക്കൂ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാണ്, കർത്താവ് നല്ലവനാണ്. ആമേൻ. ഹല്ലേലൂയ. നാം വായിച്ച യെശയ്യാവിന്റെ പുസ്തകത്തിലെ വാക്യം മറന്നു പോകരുത്. അവിടേക്ക് ഇന്നലെ പകൽക്കാലം നിങ്ങൾ ശ്രദ്ധ പതിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുസരിച്ചാൽ അടുത്ത 3 രാജാക്കന്മാരുടെ മുൻപിൽ, 3 പ്രഭുക്കന്മാരുടെ മുമ്പിൽ, 3 ഭരണാധികാരിയുടെ മുമ്പിൽ പൗലോസ് ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട്? ദൈവം അവനോട് പറഞ്ഞു, നീ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്. പക്ഷേ അവിടെയെല്ലാം നിനക്ക് വേണ്ടി ഞാനൊരു വഴിയാണ് തുറക്കുന്നത്. അവിടെയെല്ലാം പൗലോസ് തനിക്ക് കിട്ടിയ അവസരം സുവിശേഷം പറയുവാൻ ഉപയോഗിക്കുന്നു, സാക്ഷ്യം പറയുവാൻ ഉപയോഗിക്കുന്നു, താൻ ആരാണെന്ന് പറയുവാൻ ഉപയോഗിക്കുന്നു. കർത്താവ് അനുസരിച്ചാൽ നാളെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം എന്ന് ചിന്തിച്ച ഭാഗത്തേക്കൊന്ന് മടങ്ങിപ്പോയി ചിന്തിക്കൂ. കർത്താവിന് സ്തോത്രം. 40-ൽ പരം ആളുകൾ ശപഥമെടുത്തിരിക്കുകയാണ്, ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ല ഇവനെ കൊന്നല്ലാതെ. ആമേൻ. മനുഷ്യ, നിന്റെ ചിന്തയല്ല ദൈവത്തിന്റെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. നിന്റെ പരിപാടികളല്ല ദൈവത്തിന്റെ പരിപാടികൾ. അന്ധകാര ശക്തിയെ ജയിക്കുന്ന ഒരു പ്രമാണമാണ് ക്രിസ്തീയ പ്രമാണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇതിനെ തച്ചുടയ്ക്കും, ഞങ്ങൾ ഇതിനെ ഇല്ലാതാക്കും എന്ന് വാത് കെട്ടിയവരൊക്കെയും അർദ്ധരാത്രിയിൽ മൗനമായിരിക്കുമ്പോൾ, നിങ്ങൾ ഉറങ്ങുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ദൈവം പൗലോസിനെ അവിടുന്ന് കൈസേരിയിൽ എത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആർഭാടമായി 470 പടയാളികളുടെ അകമ്പടിയോടുകൂടെ റോമൻ ഗവൺമെന്റിന്റെ പടക്കുതിരയുടെ പുറത്ത് കയറി ഒരു പടക്കുതിര പാഞ്ഞു പോകുന്നത് എത്ര ശക്തിയേറിയാണ്. ആരാണ് അതിന്റെ പുറത്തിരിക്കുന്നത്? സുവിശേഷകനായ, അപ്പോസ്തോലനായ, മിഷണറിയായ പൗലോസ്. നിന്നെ കുപ്പയിൽ നിന്ന് എഴുന്നേറ്റ് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർക്കണം. ദൈവത്തിന്റെ കൈ ഇന്നും കുറുതായിട്ടില്ല. അവന്റെ പ്രവർത്തിക്ക് ഇന്നും മന്ദത വന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ഉയർത്തിയെടുത്ത് മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരത്തിന്റെ മുൻപിലാണ് നാം ഇന്ന് പകൽക്കാലമായിരിക്കുന്നത് ഓർക്കുക. യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടുവാൻ ഇടയായി തീരട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ആമേൻ.